welcome to Oasis Cafe. This is cafe with good food. Oasis Cafe. It's quite expensive, but even though it is. എങ്ങനെയുണ്ടോ വ്യൂ നോക്കിയാൽ വ്യൂ നോക്കോ സുഹൃത്തെ അവിടെ നിന്ന് നോക്കോ ഹേ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇത് നമ്മുടെ ലാസ്റ്റ് ദിവസമാണ് അങ്ങനെ സിക്കിമില്ല. നമ്മളങ്ങനെ ജമ്മു ഗാങ്ടോക്കിനോടും സിക്കിമിനോടൊക്കെ ഇന്ന് വിട പറയണതാണ്. കഥ എങ്ങനെയാണ് പോണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം രാത്രി ഞങ്ങൾ ഗുരുദോങ്മാർ ലേക്കും ലാച്ചനൊക്കെ കണ്ടിട്ട് നേരെ ഒറ്റ സ്ട്രെച്ചിന് നേരെ ജമ്മു ഗാങ്ടോക്കിൽ വന്ന് കയറി നൈറ്റ്. അപ്പോൾ അവിടെയാണ് നമ്മൾ സ്റ്റേ എടുത്ത്. അതിനുശേഷം ഇന്ന് രാവിലെ നമ്മൾ അവിടെ നിന്ന് അവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങണ സമയത്ത് ആ പുള്ളിക്കാരൻ, അതായത് ജമ്മു ഗാങ്ടോക്കിലെ ഓണർ, ഞങ്ങൾക്ക് ഒരുപാട് ആശംസകളൊക്കെ അറിയിച്ച് ഞങ്ങൾക്ക് മറ്റേ മാല പോലത്തെ ഒരു സംഭവമൊക്കെ ഇട്ടിട്ടുണ്ട്. ഹാരം, മാല, അങ്ങനെയല്ലേ ഞാൻ പറയണം. അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ചെയ്യാനുണ്ട് പുള്ളിക്കാരൻ. ഈ ഒരു വൈബ് മനസ്സിലായതുകൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് ഒരുപാട് ആശംസയൊക്കെ തന്ന് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി. അത് ഓർത്തിരിക്കാൻ പറ്റുന്നൊരു സംഗതിയായിരുന്നു. ഇന്നിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഫുഡ് കഴിച്ചിട്ടില്ല. ഞങ്ങൾ രാവിലെ അവിടെ നിന്ന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെങ്കിലും അതത്ര വലുതായിട്ട് വലിയ തോതിലേക്ക് വന്നില്ല. അതിനുശേഷം ഞങ്ങൾ ഒരു ബ്രഞ്ച് പോലെ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങി. പോണ പോക്കി തന്നെ ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിച്ചാൽ. ഇനിയിപ്പോൾ സിലിഗുരിയിലേക്ക് തന്നെയാണ് തിരിച്ച് പോകേണ്ടത്. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ സിലിഗുരി പോവുക. അവിടെ ഞങ്ങൾ ഇതിനു മുമ്പ് താമസിച്ച പ്രിയാൻഷു എന്ന പേരുള്ള ലോഡ്ജ്, അവിടെ റൂം പിന്നെ എടുക്കുക. ഒരു ദിവസം സിലിഗുരി മൊത്തം ഒന്ന് ചുറ്റിക്കാണണം. പിന്നെ അതുകൂടാതെ വണ്ടിയുടെ സർവീസ് ചെയ്യാൻ സമയമായിട്ടുണ്ടായിരുന്നു. കാരണം മലയും കുന്നൊക്കെ കയറി ഇറങ്ങിയല്ലേ, അപ്പോൾ വണ്ടിക്ക് ഇനി വേറെ വലിയ പണിയൊന്നും വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ സർവീസ് ചെയ്യാനും തീരുമാനിച്ചു. സിലിഗുരിയിൽ നിന്ന് സർവീസ് ചെയ്യാമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചേക്കണം. ഇതിനു മുമ്പ് ലാസ്റ്റായിട്ട് ഞങ്ങൾ സർവീസ് ചെയ്തത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എവിടെ നിന്നായിരുന്നു, വിജയവാഡയിൽ നിന്നായിരുന്നു ഞങ്ങൾ സർവീസ് ചെയ്തത്.
അപ്പോൾ എന്തായാലും വണ്ടിക്ക് സർവീസ് ചെയ്യേണ്ടതുണ്ടായി. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇതിനു മുമ്പ് സിലിഗുരി വന്നപ്പോൾ, അതായത് ഇതിനു മുമ്പുള്ള എൻ്റെ വ്ളോഗിൽ സിലിഗുരി വഴിയുള്ള ഞങ്ങൾ സിക്കിമിലേക്ക് വന്നത്. ആ സമയത്ത് സിലിഗുരി അങ്ങനെ വലുതായിട്ട് കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ആ റൂമിൽ സ്റ്റേ എടുത്ത് ആശിയാനെ പോയി ഫുഡ് കഴിച്ച് പിന്നെ ഞങ്ങൾ സിക്കിമിലേക്ക് വരിക ചെയ്ത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ നേരെ സിലിഗുരിയൊക്കെ ഒന്ന് ചുറ്റിക്കാണണം, അവിടുത്തെ ടൗൺ എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കണം, അവിടുത്തെ ആൾക്കാർ എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കണം, അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, അവിടുത്തെ ലോക്കൽ ഫുഡ് കഴിക്കണം, അവിടെ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഒന്ന് കാണണം. അതാണ് നമ്മുടെ മെയിൻ അജണ്ട. അങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ച് ഏകദേശം ഒരു 1.25 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് കണ്ടു. ഒയാസിസ് റെസ്റ്റോറൻറ്റ് എന്നാണ് ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഞങ്ങൾക്കത് വളരെ ഒരു കൗതുകമായിട്ട് തോന്നി. എന്താണെന്ന് വെച്ചാൽ ഒരു വളവിലായിട്ടാണ് ആ റെസ്റ്റോറൻറ്റ്. മാത്രമല്ല നമുക്ക് ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് താഴത്തേക്ക് നോക്കിയാൽ ഒരു കൊക്ക മൂടാണ് കിട്ടണം. കൊക്ക പോലെ തോന്നും, ഒരു മലയുടെ സൈഡിലായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യണത്. അപ്പം ഞങ്ങൾ വിചാരിച്ച് ഇവിടെ തന്നെ നമുക്ക് ഫുഡ് അടിച്ച് കളയാം. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും നമുക്കറിയില്ലായിരുന്നു. എന്നാലും നമ്മൾ അവിടെ തന്നെ കയറി. കുറച്ച് നേരം നമ്മളിങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിന്ന് ഇവിടെ കയറണ, ഇതിൻ്റെ മട്ടും മാതിരിയൊക്കെ കണ്ടിട്ട് റേറ്റ് കൂടാനാണ് സാധ്യത എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ ഇരുന്ന്. പിന്നെ നമ്മളൊറ്റ മൈൻഡ്, നെവർ മൈൻഡ് ലിവർപൂൾ, ഇനിയിപ്പോൾ ഇങ്ങോട്ടൊക്കെ എപ്പോൾ വരാനാണ്, ഇനിയിപ്പോൾ ഇവിടെ കയറില്ല എന്നുള്ളതിൻ്റെ കുറ്റബോധത്തെക്കാട്ടി നല്ലതാണ് കുറച്ച് കാശ് കളയണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ കയറി. പിന്നെ നമ്മൾ നേരെ, നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് അടിക്കാനുള്ള കലാപരിപാടിയിലേക്ക് നീങ്ങി. ശരിക്കും ഞങ്ങൾ ഫുഡ് അടിക്കാൻ കയറാൻ നേരത്ത് ഞങ്ങൾ ഇതുപോലെ ആംബിയൻസ് ഒക്കെ നോക്കിയിട്ടാണ് കയറാറുള്ളത്. നമുക്ക് വലിയ വൃത്തിയുടെ സെറ്റപ്പ് എന്നൊന്നും പറയാനില്ല, എന്നാലും കുറച്ച് വൃത്തി വേണം, പിന്നെ അത്യാവശ്യം അഫോർഡബിൾ ആയിരിക്കണം, ഫീൽ എടുക്കാൻ പറ്റണം. അങ്ങനത്തെ സ്ഥലം നോക്കിയാണ് ഞങ്ങൾ മിക്ക സ്ഥലത്തും ഞങ്ങൾ കയറിയിട്ടുള്ളത്. പിന്നെ നല്ല വിശപ്പൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഒന്നും നോക്കാണ്ട് എവിടെയെങ്കിലൊക്കെ ആയിട്ട് തിന്നാനായിട്ട് കയറണം. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇതുണ്ടാക്കി വെച്ചേക്കണ ശൈലി തന്നെ വ്യത്യസ്തമാണ്. അതായത് ഒരു കേർവി സ്റ്റൈലാണ് ഇതുണ്ടാക്കി വെച്ചേക്കണം. നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് നല്ല വ്യൂ കണ്ടിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളാരെങ്കിലും സിക്കിമിൽ വരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് ഈ ഒരു റെസ്റ്റോറൻറ്റ് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യും. സിക്കിമിലുള്ളവർക്കല്ല, സിക്കിമിലേക്ക് പോകണ വഴിക്കാൻ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ ജമ്മു ഗാങ്ടോക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് 34 കിലോമീറ്റർ സിലിഗുരിയിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യണം. അതായത് ഒരു 1.25 മണിക്കൂർ ഞാൻ പറഞ്ഞ പോലെ. അപ്പം ഞങ്ങൾക്ക് കിട്ടിയ സീറ്റ് റോട്ടിലേക്ക് വ്യൂ ഉള്ള സീറ്റായിരുന്നു. ശരിക്കും അപ്പുറത്തിരിക്കാൻ അതിനേലും നല്ല മൂടായിരുന്നു, പക്ഷെ അപ്പുറത്ത് നല്ല കാറ്റായതുകൊണ്ടിട്ടാണ് ഞങ്ങൾ ഇപ്പുറത്തിരുന്നത്. കാറ്റും കൊണ്ടിരുന്ന് ഫുഡ് അടിക്കാന്ന് വെച്ചാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ ആ റെസ്റ്റോറൻറ്റിൻ്റെ നേരെ തന്നെ ശിവൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്. അത് നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്റ്റാച്ചു ആണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ഫീല് തോന്നിക്കും. അത് നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞാൻ അവിടെ മൊത്തത്തിലൊന്ന് വ്ളോഗ് ചെയ്തായിരുന്നു. പിന്നെന്താ പറയുക, അടിയിലും മുകളിലൊക്കെ ആയിട്ട് വ്ളോഗ് ചെയ്ത്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു വയറ് നിറഞ്ഞ ഒരു സ്ഥിതിയിൽ കുറച്ച് നേരം ഞങ്ങളവിടെ സംസാരിച്ചൊക്കെ ഇരുന്ന്. ഒരു 6 മാസം വിടും. ഞാൻ ചെക്കൻ്റെ ഒപ്പം പോയി എന്നിട്ട് ആ ചെക്കനെ കൂടെ ചോറ് പിടിപ്പിക്കലേട്ടാ. രാജു മാജിക്, റിയൽ മാജിക്. ചിരി കൂടി ആവായിരുന്നു. അങ്ങനെ ഞങ്ങള് ഒയാസിസ് കഫേന്ന് ഇറങ്ങി റൈഡ് ചെയ്യാൻ ആരംഭിച്ചു. റാങ്പോ ചെക്ക് പോസ്റ്റ് ഒക്കെ ഞങ്ങള് കവർ ചെയ്തായിരുന്നു. ഇപ്പൊ ഈ പ്രാവശ്യം റാങ്പോ ചെക്ക് പോസ്റ്റ് ഞങ്ങൾക്ക് ഡേ ലൈറ്റ് കിട്ടി എന്നുള്ളതാണ്. ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് ഡേ ലൈറ്റ് പാടെ പോയിട്ടുണ്ടായിരുന്നു. അഫ്രീദിനെ മൊബൈലായിട്ടാണ് വീഡിയോ എടുക്കണം. അപ്പൊ അത് വലുതായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണൂല, ക്ലിയർ ആയിട്ട് ഉണ്ടാവാത്തതുകൊണ്ട്. അപ്പൊ ഇതിപ്പോ ഡേ ലൈറ്റിൽ റാങ്പോ ചെക്ക് പോസ്റ്റ് ഒക്കെ എനിക്ക് എടുക്കാൻ പറ്റി. അതിൽ ഞാൻ ഹാപ്പിയാണ്. പിന്നെ ഇങ്ങോട്ട് വന്ന അതേ കാഴ്ചകളൊക്കെ തന്നെ ഞങ്ങൾക്ക് ഒരു വൈകുന്നേരത്തിന് മുമ്പുള്ള സമയമായിട്ട്, ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്.
ഇങ്ങോട്ട് വന്നപ്പോൾ ഏകദേശം സന്ധ്യാസമയമായിരുന്നു. ഈ ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഗാങ്ടോക്കിലേക്കുള്ള റൂട്ടും ഞങ്ങൾ ഏറ്റവും വലിയ പിറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോയ സമയത്ത് ഈ ഒയാസിസ് കഫേ ഒന്നും ഞങ്ങളുടെ ശ്രദ്ധയിലേ പെട്ടില്ല എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയായപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. അപ്പം ഇങ്ങോട്ട് ഇറങ്ങിയ സമയത്താണ് നമ്മൾ ഈ ഒയാസിസ് കഫേയൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കണത്, നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ ഞങ്ങൾ ആദ്യമേ ഇങ്ങോട്ട് വന്ന സമയത്ത് ഞങ്ങൾ ഫുഡ് അടിച്ചേനെ. പക്ഷേ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും ആ ഒരു എക്സ്പീരിയൻസ് എടുക്കേണ്ടത് തന്നെയാണ്. അവിടെ ഇരുന്നൊന്ന് ഫുഡ് കഴിക്കേണ്ടത് തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ അത്രയും ഹൈറ്റിലിരുന്ന് ഫുഡ് കഴിക്കണ പോലെ നമുക്ക് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് ഞങ്ങളുടെ അപ്പുറത്തെ സൈഡിലിരുന്ന് ഫുഡ് അവർക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അഗാധമായിട്ടുള്ളൊരു കൊക്ക ഫീലാണ് കാണുന്നത്. അഗാധമായിട്ടുള്ളൊരു ഒക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ആ ഒരു സ്ലോപ്പ് റേഞ്ച് കാണാൻ പറ്റും. ഞങ്ങൾ പിന്നെ അവിടെ ഇരുന്നില്ല, ആ സമയത്ത് നല്ല കാറ്റായിരുന്നു. വേറെ വലുതായിട്ട് പറയാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിലിഗുരി റോഡിൻ്റെ കാര്യം അവസ്ഥയും ഡീറ്റെയിലൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അതൊക്കെ തന്നെ ഉള്ളൂ, വലിയ മാറ്റങ്ങളൊന്നുമില്ല. ചില സ്ഥലങ്ങളിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്, ചില സ്ഥലങ്ങളിൽ റോഡ് ഇടുങ്ങിയതാണ്. പിന്നെ ലോറിക്കാരുടെ വരവ് അത്യാവശ്യം അവന്മാർ വെറുതെ സീനാണ്. നിങ്ങൾക്കറിയാലോ, ചുരത്തിലൊക്കെ വണ്ടി ഓടിച്ച് പരിചയമുള്ളവർക്ക് അറിയാം ഈ ലോറിയുടെ വരവൊക്കെ എങ്ങനെ ഇരിക്കുമെന്ന്. സൈഡൊന്നും നോക്കാണ്ടൊക്കെ ആയിരിക്കും ഒരു വന്ന, നമ്മൾ മാറിക്കൊടുത്താൽ നമുക്ക് കൊള്ളാം. ആ ഒരു മൂഡിലാണ് അവന്മാർ വണ്ടി ഓടിച്ച് വരണത്. അതെവിടെയെല്ലാം അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ റൈഡ് ചെയ്ത് സമയം കുറച്ച് മാറാൻ തുടങ്ങി. വൈകിട്ട് എന്നുള്ളത് ഇരുട്ടിലേക്ക് കാര്യങ്ങൾ വരാൻ തുടങ്ങി. സിലിഗുരി എത്തിയെന്ന് ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഞങ്ങൾ റെയിൽ പാളം കണ്ടപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കണം, സിലിഗുരി എത്തി, ചുരം കഴിഞ്ഞ് ഇനിയിപ്പോൾ ടൗണിലേക്കാണ് പരിപാടി എന്നുള്ളത്. അങ്ങനെ ഏകദേശം സിലിഗുരി ആ ഒരു റെയിൽ പാളമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് കയറി. സംഭവം ഞങ്ങളിപ്പോൾ വന്ന വഴിക്ക് റെയിൽവേ ക്രോസ് നടന്നാണ്. അതായത് നമ്മൾ മല ഇറങ്ങിക്കഴിഞ്ഞ് സിലിഗുരിയിലേക്ക് ഏകദാനം ടൈം മാത്രം. ഒരു ചായക്കടയിൽ ഇരുത്തിയിട്ട് ചായ കുടിക്കാനാണ്. അതാരുടെ ചോദിക്കോളൂ, ഇതാണ് ചായ കണ്ട് ഗുപ്തൻ എന്നും ഇങ്ങനെയായിരുന്നു. ഡോട്ട് ട്രൈ ഇറ്റ് ദിസ് അറ്റ് ഹോം. ഊതി കുടിക്കാൻ പാടില്ല. നല്ല ചായയാണ്, നല്ല ചായ. പറയാ വേറെ പാല് കുറച്ച് കുറവാണെങ്കിലും ഇഞ്ചി കുറച്ച് കൂടുതലാണ്. അത് ഇഞ്ചി ഇടാൻ പ്രത്യേകം പറഞ്ഞിട്ടായി. അപ്പൊ അതാണ് ഇഞ്ചി കൂടുതൽ. കുഴപ്പമില്ല, ഓക്കെ അല്ലേ? ചായ കുടിയും കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തത്തിൽ ഇരുട്ടായിരുന്നു. പിന്നെ സിലിഗുരി ഫുള്ള് ഞങ്ങൾ ആ ഒരു നൈറ്റ് വൈബാണ് എടുത്തത്. പിന്നെ അറിയാമല്ലോ, സിലിഗുരി വെസ്റ്റ് ബംഗാളിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഹോണടീൻ്റെ കാര്യത്തിൽ ഒരു കുറവും ഉണ്ടായിരുന്നില്ല. സിക്കിമിൽ നിന്ന് ശരിക്കും നമ്മൾ വെസ്റ്റ് ബംഗാളിലേക്ക് ഇറങ്ങി എന്നുള്ളത് ആ ഒരു ഹോണടിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. അതെന്തോ ഇവർക്ക് ഹോണെന്ന് പറയുന്നത് അത്രയ്ക്ക് വലിയ ഫേവറേറ്റ് ആണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അതായത് എന്ത് ചെയ്താലും ഒരു ഹോണടിക്കും, ഒരു കാര്യമില്ലാതെ ഹോണടിക്കും. നമുക്ക് സത്യം പറഞ്ഞാൽ വട്ടം പൊളിയും അത് കേൾക്കുമ്പോൾ തന്നെ. കാരണം നമ്മുടെ നാട്ടിൽ അത്രയൊന്നും ഇല്ല. നമ്മുടെ നാട്ടിൽ കുറച്ചും കൂടി സിവിക് സെൻസും കോമൺ സെൻസൊക്കെ ഉണ്ട് റോട്ടിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത്. പിന്നെ ഇവരുടെ റൈഡിങ് സ്റ്റൈലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ആരും നെഞ്ചത്തോട്ട് കയറാനൊന്നും വരില്ല. അതൊക്കെ കൊൽക്കട്ടയിലൊക്കെ ആയിരുന്നു, എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട. ഇവിടെ പിന്നെ ഹോണടീൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ റൈഡ് ചെയ്ത് നേരെ പ്രിയാൻഷു ഹോട്ടലിലേക്ക് ചെന്ന് അവിടെ റൂമെടുത്ത് നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ സേഫാക്കി. പിന്നെ നമുക്ക് ആഷ്യാന ഹോട്ടൽ അറിയാം, നമ്മുടെ സ്വന്തം റെസ്റ്റോറൻ്റാണ്. അവിടെ എപ്പോൾ ചെന്നാലും ഫുഡ് ഉണ്ടാവും. 24 hours ആ ഒരു ഹോട്ടലിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ ഞങ്ങൾ പ്രിയാൻഷു ഹോട്ടലിൽ നമ്മളെ സാധനങ്ങളൊക്കെ സേഫാക്കി റൂമിലൊക്കെ
സെക്യൂർ ചെയ്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ രാത്രിയത്തെ ഫുഡാണ് പരിപാടി. അങ്ങനെ ഞങ്ങൾ നേരെ ആഷിയാന ഹോട്ടലിലേക്ക് വെച്ച് പിടിച്ച്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് എനിക്ക് ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം ഇതോടെ കഴിയണയാണ്. നാളെ നമുക്ക് സിലിഗുരി കാണാനുണ്ട്. സിലിഗുരി പട്ടണം എങ്ങനെയുണ്ടെന്ന് അറിയണം, അതൊന്ന് മനസ്സിലാക്കണം. അവിടുത്തെ ആൾക്കാരായിട്ട് ഉള്ള സംസർഗം, എക്സ്പീരിയൻസ്, അങ്ങനെയുള്ള സംഭവങ്ങൾ. പിന്നെ വണ്ടി സർവീസ് ചെയ്യണം, അതാണ് മെയിൻ. അതോടി കഴിഞ്ഞാൽ സിലിഗുരിയിലുള്ള നമ്മുടെ പരിപാടി കഴിഞ്ഞ് അതിൻ്റെ നെക്സ്റ്റ് ഡേ നമ്മൾ നേരെ നേപ്പാളിലേക്ക്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വരും വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ തൽക്കാലത്തേക്ക് നിങ്ങളിതിൽ അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞങ്ങൾ ഇതിന് മുമ്പ് പറഞ്ഞ ചായ തന്നെ. രണ്ടാമത് നമ്മൾ തിരിച്ചെത്തി. ഒരു ചെറിയ സൗണ്ട് വ്യത്യാസം ഉണ്ടാവും, വേറൊന്നുമില്ല. ജലദോഷം പിടിച്ചു. मटन डोसा क्या है, करी टाइप है। मटन करी है, मटन डोसा है। मटन डोसा अच्छा होगा, वो ग्रेवी टाइप का रहेगा। मटन करी हमको अब बिरयानी सारा ചായ എങ്ങനെയുണ്ട് തോറ? ഓക്കെ, ഞാൻ ചായ എങ്ങനെയുണ്ടെന്ന് പറയാം. സെറ്റ് ചായ. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ കടയിൽ വരിക എന്നുണ്ടെങ്കിൽ ഒരു 8 മണിക്ക് ശേഷം വരിക. മെയിൻലി രാത്രി വരിക ഫുഡ് കഴിക്കാനും ചായ കുടിക്കാനും. രാവിലെ ഒന്ന് നിങ്ങൾ ചായ കുടിച്ചാലും നമുക്ക് ഏറ്റവും മെനക്കെട്ട ചായ അതേസമയം രാത്രിയാണ് നിങ്ങളൊന്ന് ചായ കുടിക്കുന്നത്, ഏറ്റവും കലക്കൻ ചായ ആയിരിക്കും. ഓക്കെ, മേ ബി ചായ ഉണ്ടാക്കുന്ന 2 ആൾക്കാരായിരിക്കും. രാത്രി വരും, രാവിലെ ആ ഒരു സംഭവം. ഏറ്റവും വലിയ മൂഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിവിടെ എറിഞ്ഞു പൊട്ടിക്കാം എന്നും പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ നിലത്തേക്ക് എറിഞ്ഞു പൊട്ടിച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ തലയിൽ ഈ സാധനം എറിഞ്ഞു പൊട്ടിക്കും. ഓക്കെ, വ്യൂവേഴ്സ് ബിവെയർ. ഇത് മട്ടൻ കറിയാണ് മക്കളെ. നമ്മളിവിടെ 100 രൂപ വരുന്ന എനിക്ക് തോന്നാം. അജുവിനെല്ലാം ആവശ്യമിച്ചിട്ടില്ല വെബ് പീസിനെ. ഞാൻ ഇന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചിരിക്കുകയാണ് ആ സാധനം. ആരൊക്കെ കാണുന്നുണ്ട്? 2 ലസ്സി ഓടണം. സാധനം നമ്മുടെ നാട്ടിൽ ടേസ്റ്റ് സാധനം കിട്ടും. പക്ഷെ വാട്ടർ യെസ് 3 or 5 ഇരുന്നാലും ഇരിക്കണ്ട. മധുരം വേണം. Excuse me, can you add little more sugar on it? More sugar. Yeah, sugar. Extra sugar. Sugar, see? Salt.